നടൻ മോഹൻലാലിന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വി.ടി. ബൽറാം എം.എൽ.എ പബ്ലിക് കേരളയോട് താൻ അന്നേ പറഞ്ഞിരുന്നു മോഹൻലാൽ ഒരു സംഘിയാണെന്ന്. എന്നാൽ അന്ന് പലരും വിമർശിക്കുകയുണ്ടായി. എന്നാൽ അന്ന് വിമർശിച്ചവർക്ക് ഇന്ന് കാര്യങ്ങൾ ഏകദേശം പിടികിട്ട് കാണും. മോഹൻലാലിന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പബ്ലിക് കേരളയോട് വി.ടി. ബൽറാം എം.എൽ.എ നടത്തിയ ഫോൺ സംഭാഷണം കേൾക്കാം. ഞാനിപ്പോ വിളിച്ചെന്ന് വെച്ചാല് മോഹൻലാലിന്റെ ഒരു രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ്. അതായത് RSS സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നാഷണൽ ചാനലിലടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് സാർ അതിനോട് പ്രതികരിക്കുന്നത്? അതൊക്കെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഏത് പാർട്ടിയിലും ചേരാനും ഏത് പാർട്ടിക്ക് സമ്മതമാണെങ്കിൽ ഏത് ഇതിനും മത്സരിക്കാനൊക്കെ ഉള്ള അവകാശം അവർക്കുണ്ട്. അതിനപ്പുറത്തേക്ക് അതിന് ഉള്ള രാഷ്ട്രീയ റെലവൻസ് ഒരു പൊളിറ്റിക്കൽ കണ്ടന്റ് മോഹൻലാൽ എന്ന് പറയുന്നത് കാരണം ഒരു അഭിനേതാവ് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം. അദ്ദേഹത്തിന്റെ ആ കഴിവുകളെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി എന്നുള്ള നിലയിൽ മോഹൻലാലിനെ അയാളുടെ നിലപാടുകളെയൊക്കെ ഓരോ കാലങ്ങളിലും അതിന്റെ സംഖ്യത്തരം നമ്മളൊക്കെ തന്നെ നിരന്തരം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഒരു RSS ചായ്വുള്ള അഭിപ്രായങ്ങളാണ് എന്നൊരു 3-4 വർഷം മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഒരു സ്വാഭാവികമായ എത്തിച്ചേരലാണ് അത്. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് മൂപ്പര് തന്നെ അത് ക്ലാരിറ്റി വരുത്തണം. ഒരു വാർത്ത വന്നു, അയാളുടെ റെസ്പോൺസിബിലിറ്റി അതിനോട്. അതിൽ വലിയൊരു അത്ഭുതമായിട്ടൊന്നും കാണുന്നില്ല അല്ലെ? വലിയൊരു അത്ഭുതമായിട്ടൊന്നും കാണുന്നില്ല. ഞാൻ യാത്രയിൽ ക്ലിയർ ആവുന്നില്ല. വലിയൊരു അത്ഭുതമായിട്ടൊന്നും കാണുന്നില്ല അല്ലെ? നേരത്തെ അല്ല, മോഹൻലാലിന്റെ സിനിമയ്ക്കകത്തെയും പുറത്തെയും കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഒരുപാട് ആളുകള്, ഞാനടക്കം മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സംഘപരിവാർ നിലപാടുകളാണ്, 100-90% കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ നമുക്കെതിരെ വലിയ വിമർശനമായിരുന്നു, വലിയ അസത്യവർഷമായിരുന്നു മോഹൻലാൽ സ്ഥാനത്തിന്റെ ഭാഗം. ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്ത വരുന്നതില് രണ്ട് രീതിയാണ്. ഒന്ന്, ഉള്ള സ്വാതന്ത്ര്യം തന്നെയാണ്, നമുക്കതിൽ നിഷേധിക്കാനൊന്നും പറ്റില്ല. ഓരോരോ പാർട്ടിക്കാർ, ഓരോരോ ആളുകള്, സിനിമാക്കാരിപ്പോ കേരളത്തിലും ഇതിലൊക്കെ വന്നു തുടങ്ങിയില്ല, രാഷ്ട്രീയത്തിലൊക്കെ. പിന്നെ ഇന്നസെന്റ് CPM-ന്റെ MP ആവുന്നു, സുരേഷ് ഗോപി BJPയുടെ MP ആവുന്നു. അപ്പോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മോഹൻലാലിന് അയാൾക്ക് തോന്നുന്ന പാർട്ടിയിലൊക്കെ ചേരാം. ഇതൊന്നും നമുക്ക് മറ്റു തരത്തിലില്ല. ഞാൻ അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. രാഷ്ട്രീയപരമായി നേരിടും അല്ലെ? രാഷ്ട്രീയം നേരിടുക എന്ന് പറഞ്ഞാലൊന്നുമില്ലല്ലോ. നമ്മളിപ്പോ BJP ആണെങ്കിൽ BJPയെ നമ്മൾ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടുന്നത്. കഴിഞ്ഞ വർഷം BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ടാണല്ലോ തിരുവനന്തപുരത്ത് ശശി തരൂർ ജയിച്ചത്. അപ്പൊ അതുകൊണ്ട് BJP രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ള ഒരു പുതിയ കാര്യമാണ്. തീർച്ചയായും വളരെ ശരിയാണ്. അപ്പൊ എന്തായാലും ആ രീതിയിലുള്ള ഒരു ഇത് കൊടുക്കാം. ശരി, താങ്ക് യു, വളരെ നന്ദി. വി.ടി. ബൽറാം എം.എൽ.എ തുറന്നു പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. വി.ടി. ബൽറാം എം.എൽ.എ കാലങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് അത് വിശ്വസനീയമല്ല എന്ന് പറഞ്ഞവർക്ക് ഇന്ന് കിറുകൃത്യമായിട്ടുള്ള മറുപടി നൽകുകയാണ് വി.ടി. ബൽറാം എം.എൽ.എ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.